പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ വീണ്ടും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശ്യവാക്യം എഴുതുമ്പോൾ 23-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു: നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകുന്ന നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ പകൽക്കാലം ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്ന വചനം എന്ന് പറയുന്നത്, വാക്കെന്ന് പറയുന്നത്, നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കണം. ശലോമോൻ മറ്റൊരു ഭാഗത്ത് പറയുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തോടുള്ള ഭക്തി നിങ്ങൾ മുറുകെ പിടിക്കണം. മാനുഷിക ഭക്തിയും മറ്റു പല വിധത്തിലുള്ള ഭക്തികളൊക്കെ വിട്ടുകളഞ്ഞിട്ട്, മതഭ്രാന്തികളും വ്യക്തിഭ്രാന്തികളൊക്കെ വിട്ടുകളഞ്ഞിട്ട്, ജീവനുള്ള സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവത്തിങ്കൽ നിങ്ങൾ പ്രത്യാശ വയ്ക്കണം. അവിടെ പറഞ്ഞത് നിന്റെ നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കണം. അപ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾക്കുള്ള ഭക്തി ദൈവത്തോടായിരിക്കട്ടെ, യഹോവയോടുള്ള ഭക്തി ആയിരിക്കട്ടെ. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് എന്ത് അനുഗ്രഹമാണ് ഉണ്ടാകുന്നത്? ഒന്ന്, ഒരു പ്രതിഫലം ഉണ്ടാകുന്ന നിശ്ചയം. ദൈവത്തിന്റെ ഭക്തിയിൽ ജീവിച്ചാൽ നീ ചെയ്യുന്ന സകലത്തിനും ദൈവം പ്രതിഫലം തരും. കണ്ണുനീരോടെ വിതയ്ക്കുകയോ ആർപ്പോടെ കൊയ്യും. സ്തോത്രം. യഹോവ ഭക്തിയോടെ പ്രാർത്ഥിച്ചോ, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ദൈവത്തിന്റെ ഭക്തിയോട് ആരാധിച്ചോ, ആരാധനയിൽ ഒരു വിടുതലുണ്ട്. സ്തോത്രം. ദൈവഭക്തിയോട്, വിശുദ്ധിയോടും വേർപാടോടുകൂടെ ഒന്ന് ജീവിച്ചു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിനകത്തേക്ക് എല്ലാ പ്രതികൂലങ്ങളും മാറും. യഹോവ ഭക്തിയോടൊന്ന് ജീവിച്ചു പോയിക്കേ, നിന്റെ പാപ വഴികളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാൻ ഉള്ള കൃപ ദൈവം ചൊരിയും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ യഹോവ ഭക്തിയാൽ ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തെ കുറിച്ച് പറയുന്ന ഒരു നല്ല പ്രതിഫലമുണ്ട്. മനുഷ്യനോട് ഭക്തി കാണിച്ച് ജീവിച്ചാൽ അവരുടെ കാര്യമൊക്കെ കഴിയുമ്പോൾ അവർ നമ്മളെ തള്ളിക്കളയും. അവർ ഒരു പ്രതിഫലവും തരത്തില്ല. വേല ചെയ്തിട്ട് കൂലിയില്ലെന്ന് പറയുന്ന ചില അനുഭവങ്ങൾ പോലെയാണ്. പക്ഷെ ദൈവം അതല്ല. അല്പത്തിൽ നീ വിശ്വസ്തനായാൽ അധികത്തിൽ ദൈവം നമ്മെ വിചാരകനാക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ആയുസ് ദൈവഭക്തിയോടെ ജീവിച്ചാൽ ധാരാളം പ്രതിഫലങ്ങൾ നമുക്കുണ്ടാകും. പ്രതിഫലത്തിന്റെ ദാതാവാണ് ദൈവം. വചനം പറയുന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് നിങ്ങൾക്ക് വേണ്ടുവോളം സമൃദ്ധി നൽകുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് തരാൻ ദൈവം ശക്തനാണ്. നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണ് ഉള്ളത് ആ ആഗ്രഹങ്ങളെ നിങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് പറ. നിങ്ങളുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറ. നിങ്ങളുടെ പാപവഴികളെ വിട്ടുകള. ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. പ്രിയപ്പെട്ടവരെ, രണ്ടാമതോടെ പറയുന്നു, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. നമുക്ക് ഒരുപാട് പ്രത്യാശകളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ആഗ്രഹങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകാതെ, അത് ഭംഗം വരാതെ, അതിന് നല്ല ഒരു റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ ദൈവത്തോട് ഭക്തി ഉണ്ടാകണം. ആകയാൽ ഇന്നത്തെ പകൽക്കാലം ദൈവഭക്തിയിൽ ജീവിച്ചാൽ ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. രണ്ട്, നിങ്ങൾക്കൊരു നല്ല പ്രത്യാശ, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കി തരും. പക്ഷെ യഹോവ ഭക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കുറവുകളെ ദൈവത്തോട് ഏറ്റു പറയുമ്പോഴാണ് ഭക്തി ഉണ്ടാകുന്നത്. അതേ, നമ്മൾ കുറവുള്ളവരാണെന്ന് ദൈവത്തോട് ഏറ്റു പറ. ഈ പകൽക്കാലം നിങ്ങൾ എവിടെ ഇരുന്ന് ഏത് സാഹചര്യത്തിലാണ് ഈ വചനം ശ്രദ്ധിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവാത്മാവ് നിങ്ങളോട് പറയാൻ പറയുന്നു, നിങ്ങളുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒരു ഭക്തിയുള്ള ദൈവവേദലായി മുൻപോട്ട് വരിക. സ്തോത്രം. വചനം പോലും പറയുന്നു, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലപ്പെട്ടത്. അപ്പൊ ഒരു ഭക്തനായി ജീവിച്ചാൽ നമ്മൾ ദൈവത്തിന് വിലപ്പെട്ടതാ. ഭക്തനായി മരിച്ചാലും നമ്മൾ ദൈവത്തിന് വിലപ്പെട്ടതാ. ഈ ലോകത്തിൽ എന്തെങ്കിലും പ്രശസ്തി നേടിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല സഹോദരങ്ങളെ. പക്ഷെ ദൈവഭക്തിയോടുകൂടെ ഒരു ദിവസമേ ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു പ്രതിഫലമുണ്ട്. ഇന്ന് ഈ ഭൂമിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന സകല കഷ്ടതകൾക്കും സ്വർഗത്തിൽ ദൈവം ഒരു പ്രതിഫലം നൽകാൻ പോകുകയാണ്. ഇന്ന് നിങ്ങളുടെ കണ്ണുനീർ ദൈവം ഒരു പ്രതിഫലം നൽകാൻ പോകുകയാണ്. ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന സകല കഷ്ടതകൾക്കും സ്വർഗീയ ദൈവത്തിൽ നിന്നൊരു പ്രതിഫലം നമുക്ക് വാങ്ങാൻ സാധിക്കും. അതുകൊണ്ട് ദൈവമേതിലേ നീ ഭാരപ്പെട്ടു പോകരുത്, നീ തളർന്നു പോകരുത്. യോബിന്റെ ജീവിതത്തിൽ വലിയ കഷ്ടതയിൽ കൂടെ പോയപ്പോഴും യോബ് പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കുമെന്നാണ്. കാരണം എന്തെന്നറിയാമോ? യോബിനറിയാം, ഈ ഭൂമിയിൽ
വെച്ച് പിശാചിന് എന്റെ ശരീരത്തെ മാത്രമേ തകർത്ത് കളയാൻ കഴിയത്തുള്ളൂ, എന്റെ ഭൗമിക നന്മയെ തകർക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരിക്കലും എന്താ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച പ്രതിഫലത്തെ ഇല്ലാതാക്കാൻ കഴിയയില്ല എന്ന്. ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന്റെ സഹായത്താൽ ഞാൻ പറയട്ടെ, നമുക്കൊരു പ്രതിഫലമുണ്ട് നിശ്ചയം, അത് ദൈവം നൽകും. ആകയാൽ ഭക്തിയോടെ ദൈവകൃപയിൽ ദൈവത്തിന്റെ മക്കളായി ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു നല്ല ദൈവഭക്തിയോടെ വിശ്വാസത്തിൽ മടുപ്പ് കൂടാതെ ആത്മാവിന്റെ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഓർമ്മിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ അറിയിക്കുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.